നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ കിടക്കണ കിടപ്പില് അവള് നിന്നെ എന്തെങ്കിലും പറഞ്ഞ അത് ഞാൻ എങ്ങനെ കേട്ട അകത്ത് കയറി ഞാൻ അവളെ ചവിട്ടി കൂട്ടും. മനസ്സിലായ? എന്താ മാവ? അവളെ പുതച്ചുമൂടി കിടക്കുക. ഡോക്ടറെ അടുത്ത് പോണെന്ന് ചോദിക്കായിരുന്നില്ലേ? എന്തിന്? എന്ത് വിശ്വാസത്തിലാ ചോദിക്കുന്നേ? അവൾക്ക് പനിയുണ്ടോന്ന് നമുക്കെന്താ ഉറപ്പ്? പുതച്ചുമൂടി കിടക്കുന്നതിനെ അവക്ക് വേറെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കില? എടാ, സുഖമില്ലാണ്ട് കിടന്നാലും അവക്ക് അഹങ്കാരത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. പിന്നെ തന്റെ ഉള്ള ആളാണല്ലോ, മരുന്ന് വാങ്ങണ്ടേ തന്നിച്ചു പോയി വാങ്ങട്ടെ. അല്ലെങ്കിൽ ഫോൺ ചെയ്താൽ മതിയല്ലോ. സെലിബ്രിറ്റി നോക്കാൻ ആളുകൾ ഓടി വരികയല്ലേ. അമ്മാവൻ പറയുന്നതിലൊരു വാസ്തവമുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോവാതിരിക്കാൻ വീണ ശ്രമിക്കുന്നുണ്ട്. എടാ, ഞാനത് തന്നെയായി പറയുന്നേ. ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ അവൾ ആ ജീവനോട് സംസാരിക്കുന്നുണ്ട്, അറിയോ? ഈ നാമ്പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട്, അത്ര തന്നെ. രണ്ടിന്റെ ഉദ്ദേശമേ സ്വൈര്യ ജീവിതം തകർക്കാന്നുള്ളതാ. കുറച്ചേരം കൂടെ നോക്കാം. എന്നിട്ടും എഴുന്നേറ്റില്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോവാം. എന്താ മാവ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ പ്രശ്നമൊന്നുമില്ല. കുറെ നേരമായിട്ട് വീണ ആ മുറിയിലെ മൂടി പുറച്ച് കിടക്ക. പനി എന്താണെന്ന് തോന്നുന്നു. എന്നിട്ടൊന്നും നോക്കിയില്ലേ? നോക്കാന്ന് ഞാൻ പറഞ്ഞതാ. അമ്മാവൻ സമ്മതിക്കുന്നില്ല. ഇത് എന്തൊക്കെയാ പറയുന്നേ? അസുഖത്തിനോടും മരണത്തിനോടും ആർക്കെങ്കിലും പക സൂക്ഷിക്കാൻ പറ്റുമോ? ഇത് ആർക്ക് വേണമെങ്കിലും വരാവുന്നതല്ലേ? അതെ എന്ന് പറഞ്ഞ് മോളിപ്പോ അവളെ ചികിത്സിക്കാൻ പോവുക. എന്നാ ഞാൻ ചെന്ന് നോക്കട്ടെ. പനിയുടെ മരുന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്, അതെടുത്ത് കൊടുക്കാം. കുറവില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയേ പറ്റൂ. അല്ല മോളെ, കിട്ടിയതുകൊണ്ട് ഇതിലൊന്നും പഠിച്ചില്ലേ? പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും, കേൾക്കുന്നവര് കേട്ടുകൊണ്ടേയിരിക്കും. അതങ്ങനെയാണല്ലോ. അതങ്ങനെ തന്നെ. ശരി, എന്നാ പിന്നെ മോള് ചെന്ന് നോക്ക്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ കിടക്കണ കിടപ്പില് അവള് നിന്നെ എന്തെങ്കിലും പറഞ്ഞ അത് ഞാൻ എങ്ങനെ കേട്ട അകത്ത് കയറി ഞാൻ അവളെ ചവിട്ടി കൂട്ടും. മനസ്സിലായ? അമ്മാവനൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോളൂ. ഈ വിഷയത്തിൽ ഇടപെടണ്ട. ഇനിയിപ്പോ വീണ എന്തെങ്കിലും അഹങ്കാരം പറഞ്ഞാലും ഞാനതങ്ങ് സഹിച്ചോളാം. നിത്യ, ഈ കൊടുങ്കാറ്റിലേക്ക് പോകുന്ന ആളുകൾക്ക് സാധാരണ ഒരു മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെയാ അവളുടെ കാര്യത്തിലും. ഞാൻ നോക്കിക്കോളാം. പോയി അനുഭവിച്ചിട്ട് വരട്ടെ. നല്ല പനിയുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട, എനിക്ക് ഒരിടത്തും പോണ്ട. അസുഖത്തിനോട് വാശി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ അടുത്ത് മരുന്നുണ്ട്, ഞാൻ എടുത്തു തന്നാ കഴിക്കുമോ?
ദേഹം വേദനയ്ക്കും പനിക്കും ഉള്ളതാ. ഇത് കഴിച്ച ചിലപ്പോ വേർക്കും. അത് കഴിഞ്ഞ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ദാ ഇത് കഴിക്ക്. ഇത് കഴിക്ക്. വീണ, ഈ അവസ്ഥയിൽ ഞാൻ പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. നമ്മുടെയൊക്കെ ചങ്കുറ്റവും തന്റെ ഇടവും ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ അസുഖം വന്നാൽ തീരാവുന്നതേയുള്ളൂ. ഇപ്പൊ തന്നെ താൻ നോക്കിയേ, തന്റെ അച്ഛനുണ്ട്, തന്റെ മോളുണ്ട്. താൻ ഈ കിടപ്പ് കിടന്നിട്ട് ഒന്ന് അടുത്ത് വരണമെന്നോ അന്വേഷിക്കണമെന്നോ ആർക്കെങ്കിലും തോന്നിയോ? എല്ലാവരും വെറുപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോഴേ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും. താങ്ക്സ്. ഇനി എന്റെ അസുഖത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. എനിക്ക് അങ്ങനെ ഒരാളോട് ബാധ്യത ഉണ്ടാകുന്നത് ഇഷ്ടമല്ല. ഇതാ നിന്റെ കുഴപ്പം. വീണയ്ക്ക് പറയാനുള്ളതെല്ലാം ഞാനിരുന്ന് കേട്ടോളാം. ആദ്യം വീണ നോക്കിയാവട്ടെ. കിടന്നു. കല്യാണി, നമ്മുടെ സ്കൂളിന്റെ അടുത്ത് വലിയൊരു കുന്നുണ്ട്. കല്യാണി അവിടെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടൊന്നുമില്ല. നമ്മുടെ ക്ലാസ്സിലെ ഗോകുലില്ലേ, അവിടെ കുറെ നെല്ലിമരം ഉണ്ട്, അതിൽ കുറെ നെല്ലിക്ക ഉണ്ടെന്ന് അവൻ പറയണേ. ആ ചെക്കൻ ചുമ്മാ നോണ പറയുന്നതാ. അല്ലല്ല, ഗോകുൽ ഒരു ദിവസം കുറെ നെല്ലിക്ക ഉണ്ടെന്നല്ലോ ആ കുന്നിന്റെ മേളിന്ന് പറിച്ചാണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് കല്യാണിയുടെ അച്ഛനോട് ചോദിച്ചിട്ട് ഒരു ദിവസം നമ്മളവിടെ കൊണ്ടുപോകാൻ പറഞ്ഞാലോ? ആ, അത് നല്ല ഐഡിയ. ഗോകുല് പറയണ നോണയാണോ സത്യാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാലോ. പോകുമ്പോ നമുക്ക് അച്ഛനും അമ്മയും കൂടെ കൂട്ടാം. അല്ല, എപ്പോഴാ അച്ഛനോട് പറയണ്ടേ? ആ, അതിനൊക്കെ എന്റെ ഒരു സൂത്രമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.